നമുക്ക് അത് മിസ് ചെയ്യും കേട്ടോ. നമ്മൾ ഒരിക്കലും കളി വിടരുത്. എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാൻ എൻ്റെ ക്രിക്കറ്റിനെ ഇടയ്ക്കൊരു വിട്ടതെന്നുള്ളതാണ്. അതിന് ഞാൻ ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. മാഡി പറയുന്നത് അതുപോലെ എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ കാലം ക്രിക്കറ്റ് കളിക്കാതെ വിട്ടു നിന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന റിഗ്രറ്റുകളിലൊന്നാണ്. പക്ഷേ മാഡിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അപ്പോൾ പുള്ളി കുറേ കാലത്തിന് ശേഷം വന്ന് ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടും എത്ര മനോഹരമായിട്ട് കളിക്കുന്നു നോക്കി. ഭയങ്കര അടിപൊളി മനുഷ്യനാണ്, നല്ല പ്ലെയറാണ്. നമ്മളെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമായിട്ടുള്ള പ്രാക്ടീസ് മാച്ചിൽ മീറ്റ് ചെയ്താണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് മീറ്റ് ചെയ്തത്. 6 years ആയി ഒരു ക്രിക്കറ്റുമായിട്ട് ഒരു വിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു മാച്ച് കളിക്കാൻ നിങ്ങൾക്ക് തന്നെയാണ് കുറേ നാൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഞാൻ ഒരുപാട് മിസ് ചെയ്ത കാര്യങ്ങളുണ്ടായിരുന്നു. അത് ക്രിക്കറ്റിൽ കൂടെ എനിക്കിപ്പം എനിക്ക് 2-3 ദിവസമായി ഞാൻ കുറച്ച് നിങ്ങളെ കളിക്ക് ശേഷമാണ് ഞാൻ ഒന്ന് കുറേ നെറ്റ്സ് ചെയ്യാനും എനിക്ക് കളിക്കണം എന്നൊരു ഫീൽ വന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഫീൽ വന്നു തുടങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കര ആ പഴയ ഒരു എനർജി തിരിച്ചു വന്ന പോലെയാണ്. അപ്പോൾ മാഡിനെ ഇപ്പം ഞാനും ആക്ച്വലി ഒരു 2021 കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് ലൈഫിലേക്ക് തന്നെ തിരിച്ചു വന്നു. കുറേ പൊട്ട അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട്. പക്ഷേ ഈ ഗ്രൗണ്ടിൽ ഇപ്പം എന്താ പറയുക, ഗ്രൗണ്ടിൽ നിന്ന് പോകാതിരിക്കാൻ മാക്സിമം നോക്കും. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പം ഇന്നാണേലും മാഡി ആ ഫസ്റ്റ് ബോൾ തന്നെ അടിക്കാൻ നോക്കിയില്ലേ, മനസ്സിലായി. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ആ പഴയ സാധനം മനസ്സിലുണ്ടെന്നുള്ളത്. അത് ഒരിക്കലും വിടരുത് ബ്രോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളവർക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എത്രയും നന്ദി. ഒരു ലെഫ്റ്റ് ഹാൻഡറെ കളി കാണുന്നത് ഞാൻ ക്രിക്കറ്റിലേക്ക് വന്ന തന്നെ ചെറുപ്പത്തിൽ ഗാംഗുലിയുടെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗാംഗുലി ഔട്ട് ആകുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ആവട്ടെ. ഏത് ഫീൽഡിലാണ്, ഏത് മേഖലയിൽ കളിച്ചാലും അടിപൊളിയായിട്ട് കളിക്കട്ടെ.